Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon. ഊണൊക്കെ കഴിച്ച എല്ലാവരും ചോറുണ്ടോ? കഴിച്ചു അല്ലേ? പെട്ടെന്ന് തന്നെ കയറിക്കോളൂ കേട്ടോ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മള് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കണ്ടിരുന്നു അല്ലെ? നമ്മള് ക്വാളിറ്റിയുടെ ഈ പറയുന്ന ഒരു 3 പേരുടെ കാഴ്ചപ്പാടുകളിലൂടെ അല്ലെ, 3 പേരുടെ വ്യൂ പോയിന്റ്സിലൂടെ നമ്മള് ക്വാളിറ്റീനെ നമ്മൾ മനസ്സിലാക്കി. ആരൊക്കെയായിരുന്നു? ഒന്ന് നമ്മുടെ പേഷ്യന്റിന്റെ വ്യൂ പോയിന്റിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ അല്ലെ, ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന്റെ വ്യൂ പോയിന്റില്, പിന്നെ വന്നിട്ട് ഒരു ഹെൽത്ത് കെയർ മാനേജർ അല്ലെ, അവരുടെ 3 പേരുടെ വ്യൂ പോയിന്റിലൂടെ നമ്മൾ ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റീനെ നോക്കി കണ്ടിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ് അക്രഡിറ്റേഷൻ അല്ലെ? അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? എന്തെല്ലാം ബെനിഫിറ്റുകളാണ്, പ്രയോജനങ്ങളാണ് അക്രഡിറ്റേഷൻ കൊണ്ട് ലഭിക്കുന്നത്? ഓക്കെ, അതിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മള് JCI പറ്റിയാണ് പറഞ്ഞത് അല്ലെ? JCI എന്താണ്? JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ് അല്ലെ? 1990കളുടെ അവസാനത്തില് US ബേസ്ഡിലായിട്ട് നിലവിൽ വന്നിട്ടുള്ള, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? അതുപോലെ തന്നെ എന്താണ്, ഏകദേശം നമ്മുടെ ഇപ്പോ ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലായിട്ട് എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഏകദേശം ലോകത്തെമ്പാടും നോക്കുകയാണെങ്കിൽ 2015 കണക്ക്, അതുവരെയുള്ള കണക്ക് പ്രകാരം 220ഓളം ഹോസ്പിറ്റലുകൾക്ക് JCIയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലാണ്? 21 ഹോസ്പിറ്റലുകൾക്കാണ് ഇന്ത്യയിൽ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു JCIയുടെ പ്രധാനപ്പെട്ട ഗോൾ അല്ലെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? ഈ പറയുന്ന JCIയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു JCI എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റിയുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, നമ്മള് JCI അക്രഡിറ്റേഷന് കണക്കാക്കുന്നത്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം കേട്ടോ. ഞാനൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാണ്. നെക്സ്റ്റ് കേട്ടോ, ഒരു ചെറിയൊരു തിരുത്തലുണ്ട് കേട്ടോ. 2 സ്ഥലത്ത് നിന്ന് തിരുത്താനുണ്ട്. അപ്പൊ ഒന്ന് പേന വെച്ചൊന്ന് പേന എടുക്കുക കേട്ടോ. ഇവിടെ JCI എന്നാക്കാം കേട്ടോ. L എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. JCL എന്നാണ് എഴുതിയേക്കുന്നത്. പ്രതി മിസ്റ്റേക്ക് ആണ്. JCI എന്നാക്കാം കേട്ടോ. L വെട്ടിയിട്ട് I എന്നാക്കാം. അതുപോലെ നോക്കി, രണ്ടാമത്തേനും തിരുത്താനുണ്ട് കേട്ടോ. JCT 5th edition എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. T അല്ല കേട്ടോ, I തന്നെയാണ്. 2 സ്ഥലത്തൊന്ന് തിരുത്തണേ. അപ്പൊ JCI accreditation നോക്ക്. ഫസ്റ്റ് നോക്കി, JCI accredits 8 types of health care programs. എന്താണ് പറയുന്നത്? JCI accredits 8 types of health care programs. അതായത് 8 തരത്തിൽപ്പെട്ട ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്ക് JCI എന്ത് കൊടുക്കുന്നുണ്ട്? അംഗീകാരം കൊടുക്കുന്നുണ്ട്.
JCA പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു കേട്ടോ. കൃത്യമായിട്ട് JCA പറ്റി പഠിച്ചു. ഇനി നമ്മൾ JCA അക്രഡിറ്റേഷനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കാം. JCA 8 തരത്തിൽപ്പെട്ടത്. എത്ര ടൈപ്പാന്നൊക്കെ ചോദിച്ചിട്ട് 3 ആണോ 2 ആണോ 4 ആണോ 6 ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ 8 ടൈപ്സ് കേട്ടോ. 8 തരത്തിൽപ്പെട്ട ആരോഗ്യ പരിചരണ പരിപാടികൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾക്ക് JCA എന്ത് കൊടുക്കുന്നുണ്ട്? അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 8 തരത്തിൽപ്പെട്ട ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകള്? ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തേതാണ് ഹോസ്പിറ്റൽസ്. അതിൽ നമുക്കറിയാലോ, ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അപ്പൊ ഹോസ്പിറ്റൽസിന് അംഗീകാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതാണ് പറയുന്നത്? രണ്ടാമത്തെ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. ഇതാണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. അതായത് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ എന്ന് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് കെയറും എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ കൊടുക്കുന്ന മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ. അതാണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, AMC എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ചുരുക്കി നമുക്ക് എങ്ങനെ പറയാം? AMC എന്ന് പറയാം കേട്ടോ. അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് കെയറും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവയ്ക്കും അംഗീകാരം കൊടുക്കുന്നുണ്ട്, JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണ് പറയുന്നത്? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്? എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ്? അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ. എന്തുകൊണ്ടാണ് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? എന്ന് വെച്ചാൽ അവിടെ രാത്രി സ്റ്റേ ആവശ്യമായിട്ട് വരുന്നില്ല. സ്റ്റേ ചെയ്യുമ്പോൾ പിന്നെ അത് ഇൻപേഷ്യന്റ് ആയി അല്ലെ. അതായത് രാത്രി സ്റ്റേ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. പകരം എന്താണ്? നമ്മൾ ഔട്ട് പേഷ്യൻസ് ആയിട്ട്, അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ രോഗികൾക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങളാണ് നമ്മൾ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആംബുലേറ്ററി കെയർ ഫെസിലിറ്റിയുടെ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? ക്ലിനിക്ക് പറയാം, അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററുകള്, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ക്ലിനിക്കുകൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഡോക്ടർ പോയി കാണുന്നു, കൺസൾട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു വരുവാണ്. അതുപോലെ തന്നെയാണ് ഡയാലിസിസ് സെന്റർ. നമുക്ക് രാവിലെ പോയി ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാം. അപ്പൊ അതൊക്കെ എന്താണ്? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫെസിലിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഇതിനാണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. അതിന് മറക്കരുത്. ഇനി നിങ്ങൾ വേറൊരു ചാപ്റ്ററിന്റെ കൂടെ ഇത് കാണുന്നുണ്ട്. അപ്പൊ അന്നേരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ വെച്ച് രാത്രി സ്റ്റേ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ആ ഒരു രീതിയിൽ രോഗികൾക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങളെയാണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അവയ്ക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ക്ലിനിക്കൽ ലാബുകളാണ് കേട്ടോ. ക്ലിനിക്കൽ ലബോറട്ടറികൾ കേട്ടോ. ക്ലിനിക്കൽ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത്തെ എന്താണ്? ഹോം കെയർ ഫെസിലിറ്റീസ് അല്ലെ. ഹോം കെയർ ഫെസിലിറ്റീസ് നമുക്കറിയാം അല്ലെ. ഹെൽത്ത് നമ്മുടെ ഹോം നഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ബെഡ് റിഡൻ ആയിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ടായിട്ടില്ല, വീട്ടിൽ തന്നെയുള്ള കിടപ്പ് രോഗികൾ ഉണ്ടാവും. അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അവര് മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടാവില്ല. അത് മാത്രമല്ല ഫിസിക്കലി അവര് വീക്ക് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള രോഗികളെ പരിചരിക്കാനായിട്ട് നമുക്കറിയാം അല്ലെ. ഹോം നഴ്സുകള് അല്ലെങ്കിൽ ചില സോഷ്യൽ വർക്കേഴ്സ് വീട്ടിൽ വന്നൊക്കെ ചെയ്യുന്ന ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ട് അല്ലെ. വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്ന ഫിസിയോതെറാപ്പി സേവനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹോം നഴ്സുമാരെ അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ അവരെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഹോം ഹെൽത്ത് കെയർ ഏജൻസികളുണ്ട് കേട്ടോ. അതായത് ഹോം ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുണ്ട്. അങ്ങനെയുള്ളവയ്ക്കും JCA എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ അംഗീകാരം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഹോം കെയർ ഫെസിലിറ്റീസ് കേട്ടോ. പിന്നെ വരുന്നതാണ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്. എന്താണ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്? അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ മൊഡ്യൂൾ 1-നകത്ത് ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് ഓർമ്മയുണ്ടോ? അപ്പൊ അതിനകത്ത് ലോങ് ടേം ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. എന്ന് പറഞ്ഞാല് രോഗികൾക്ക് അവരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് ദിവസങ്ങളോളം ചെലവഴിക്കേണ്ടി വരുന്ന അത്തരം ഫെസിലിറ്റികളുണ്ട്.
അതിനൊക്കെ നമ്മൾ അവിടെ എക്സാമ്പിൾ പഠിച്ചിരുന്നു അല്ലെ. ജെറിയാട്രിക് കെയർ സെന്ററുകള്, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ. കറക്റ്റ് ആണ് കേട്ടോ ഞാൻ തന്നെ. ജെറിയാട്രിക് കെയർ സെന്ററുകള്, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകള്, റീഹാബിലിറ്റേഷൻ സെന്ററുകള്, മെന്റൽ ഹോസ്പിറ്റലുകള്. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റി കറക്റ്റ് ആണ് കേട്ടോ. ലക്ഷ്മി കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ലോങ് ടേം കെയർ ഫെസിലിറ്റികൾക്കും ആര് അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഏതാണ്? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അല്ലെ, നമുക്കറിയാം അല്ലെ. എമർജൻസി മെഡിക്കൽ സർവീസുകളുടെ ഭാഗമായിട്ടുള്ള ആംബുലൻസുകള്, അതുപോലെ തന്നെ വീൽ ചെയറുകള്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. സ്ട്രക്ചർ ഒക്കെ ഓൾറെഡി എക്വിപ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ്, ആംബുലൻസ് പോലുള്ള വെഹിക്കിൾസ്. അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസിനും ആര് അംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ എന്താ വരുന്നത്? എട്ടാമത്തെ പ്രൈമറി കെയർ സെന്റേഴ്സ് അല്ലെ, നമ്മുടെ ഹെൽത്ത് സെന്ററുകൾ പോലെ അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെ, പ്രൈമറി കെയർ സെന്റേഴ്സ്. ഇവയ്ക്കൊക്കെ നമ്മുടെ JCA അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കാം, 8 തരത്തിൽപ്പെട്ട 8 ടൈപ്സ് ആണ്. 8 തരത്തിൽപ്പെട്ട ആരോഗ്യ പരിചരണ പരിപാടികൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന്? ഹോസ്പിറ്റൽസ്, പിന്നെ നമ്മൾ പറഞ്ഞത് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, AMC എന്ന് പറയും കേട്ടോ. മെഡിക്കൽ കോളേജ് പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് കെയറും ഒപ്പം എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ നടത്തുന്ന അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾക്ക് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി. എന്താണ് ആംബുലേറ്ററി കെയർ? ഞാൻ പറഞ്ഞു, ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ രോഗികൾക്ക് ചികിത്സകളും മറ്റും കൊടുക്കുന്ന സംവിധാനങ്ങൾ കേട്ടോ. അത്തരം ഫെസിലിറ്റികള്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ലാബുകൾ, ലബോറട്ടറികള്, പിന്നെ ഹോം കെയർ ഫെസിലിറ്റി അല്ലെ, ഹോം നഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർമാർ, ഫിസിയോതെറാപ്പിസ്റ്റുകളെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഹോം കെയർ ഹെൽത്ത് ഏജൻസികളൊക്കെ ഉണ്ടാവും. അത്തരം ഫെസിലിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് അല്ലെ, ഈ പറയുന്ന മെന്റൽ ഹോസ്പിറ്റൽ, ജെറിയാട്രിക് കെയർ സെന്ററുകള്, റീഹാബിലിറ്റേഷൻ സെന്റർ പോലുള്ള ലോങ് ടേം കെയർ ഫെസിലിറ്റികൾക്ക്. പിന്നെ മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അല്ലെ, അതായത് നമ്മുടെ ആംബുലൻസ് സേവനങ്ങളും മറ്റുള്ള വീൽചെയർ അങ്ങനത്തേക്കുള്ള ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ ഒരുക്കുന്ന ഓർഗനൈസേഷൻസിനും പ്രൈമറി കെയർ സെന്റേഴ്സ് അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കൊക്കെ JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? മനസ്സിലായി? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത നോക്കാം. JCIയുടെ അവിടെ പേരാണ് എഴുതിയിരിക്കുന്നത്, അതൊന്ന് തിരുത്തണം. ഇപ്പൊ ഓക്കെ ആണല്ലോ? നിങ്ങൾക്കെല്ലാം പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ മുന്നോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? പറഞ്ഞ പോയിന്റ് എഴുതുന്നുള്ളൂ. ചോദിക്കുമ്പോ പറയണോട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തടുത്ത് പോകും. നെക്സ്റ്റ് വരുന്നതാണ് JCA 5th എഡിഷൻ. ഇത് നമുക്ക് പഠിക്കാനുള്ളത് JCAയുടെ 5th എഡിഷൻ ആണ്. നിങ്ങളിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ JCAയുടെ 8ാമത്തെ എഡിഷനിലാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷെ ലേറ്റസ്റ്റ് അല്ല നമുക്ക് പഠിക്കാനുള്ളത്. 8ാമത്തെ എഡിഷൻ ആണ് ഇപ്പൊ നിലവിലുള്ളത്. 8ാമത്തെ എഡിഷൻ ആണ്, പക്ഷെ 8 നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് 5th എഡിഷനെ പറ്റിയാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. JCA 5th എഡിഷൻ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. It is effective from the 1st April 2014. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 1st April 2014. 2014 ഏപ്രിൽ 1-നാണ് JCAയുടെ 5ാമത്തെ എഡിഷൻ പ്രാബല്യത്തിൽ വരുന്നത്. ഏത് വർഷമാണ്? 2014. എന്നാണ്? ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1-നാണ് JCAയുടെ 5ാമത്തെ എഡിഷന് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻസ് കേട്ടോ. 4 സെക്ഷനുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 സെക്ഷനുകൾ കേട്ടോ. ഏതൊക്കെയാണ് 4 സെക്ഷൻ? നോക്കിക്കേ. സെക്ഷൻ 1, 2, 3, 4 എന്ന് പറയുന്ന 4 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് ഓരോ സെക്ഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കും. സെക്ഷൻ 2 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സെക്ഷൻ 4 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സെക്ഷൻ 1 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ആൻസർ ചെയ്യാം. അതുകൂടാതെ ഓരോ സെക്ഷനിലും ചില ഒരുപാട് സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ മാത്രമാണ് അവിടെ പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്താണ് ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുന്നു കേട്ടോ. തുഷാര JCL അല്ല, ഞാൻ പറഞ്ഞു JCI ആണ് കേട്ടോ. JCI ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു, അത് തിരുത്താൻ പറഞ്ഞു. ക്ലാസ് കേട്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. JCL എന്നുള്ളത് JCI എന്നാക്കാം, JCB എന്നുള്ളത് JCI ആക്കാം കേട്ടോ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ,
അടുത്തത് അപ്പൊ 4 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ പിന്നെ നോക്കേണ്ടത് ഓരോ സ്റ്റാൻഡേർഡുകളുടെ എന്താ പറയാ ഫുൾ ഫോമുകൾ കേട്ടോ. അവിടെ ഷോർട്ട് അബ്രിവേറ്റഡ് ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫുൾ ഫോം എക്സ്പാൻഷൻ ഫോമുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഒരു കാണാപ്പാടൊന്നും നിങ്ങൾ പഠിക്കേണ്ടത് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് കയറിക്കൊള്ളും. പിന്നെ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആ രീതിയിൽ പഠിക്കാൻ നോക്കുക. അപ്പൊ നോക്കുക സെക്ഷൻ 1 കേട്ടോ, ഒന്നാമത്തെ സെക്ഷൻ. അപ്പൊ മൊത്തം എത്ര സെക്ഷൻസ് ആണുള്ളത്? 4 സെക്ഷനുകളാണ് ഉള്ളത്. സെക്ഷൻ 1 നോക്കാം. 1 എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. ഷോർട്ട് ആക്കി നമുക്ക് എന്ത് പറയാം? APR എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ ആണ്. ഒന്നാമത്തെ സെക്ഷൻ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? APR ആണ്. എന്താണ് APR എന്ന് പറഞ്ഞാല്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. എന്താണ്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അക്രഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിക്കുന്നതിന് ഒരു സ്ഥാപനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് വേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് ആണ് അല്ലെ? ഒരു അംഗീകാരം ലഭിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ എലിജിബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്, എന്തെല്ലാം റിക്വയർമെന്റ്സുകളാണ് വേണ്ടത്. നമ്മൾ അവിടെ ക്വാളിറ്റി അഷുറൻസിനൊക്കെ അതുപോലെ പഠിച്ചില്ലേ? അക്രഡിറ്റേഷൻ എന്താ പറയാ എലിജിബിൾ ആവാനായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? എന്നതുപോലെ ഈ പറയുന്ന JCAയുടെ അക്രഡിറ്റേഷന് ലഭിക്കുന്നതിനായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. APR എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. ക്ലിയർ? അടുത്തതാണ് സെക്ഷൻ 2. രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ പറ്റിയാണ് രണ്ടാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ അപ്പൊ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെയാണ് രണ്ടാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കി. ഫസ്റ്റ് 1 എന്താണ്? IPST അല്ലെ? IPSTയുടെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. IPSTയുടെ ഫുൾ ഫോം ഇതാണ്. ഇന്റർനാഷണൽ എഴുതി വെക്കാം കേട്ടോ. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ എഴുതി വെക്കാം, ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് കേട്ടോ. ഇതാണ് പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, IPST കേട്ടോ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അപ്പൊ എന്തായിരിക്കും? ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കും അല്ലെ? മനസ്സിലാക്കാൻ പറ്റും. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് ആണ്. അതായത് രോഗിയുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗിയുടെ സുരക്ഷിതത്വത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളായിരിക്കും അതിനകത്ത് വരുന്നത്. എന്താണ്? ഗോൾസ്. GOALS കേട്ടോ. GOALS ഗോൾസ്. ലക്ഷ്യങ്ങൾ എന്ന് പറയില്ലേ? അത് ഗോൾ. GOAL കേട്ടോ. ഗോൾസ്. IPST എന്താണ്? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് കേട്ടോ. രോഗിയുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുക. ലിറ്റി കറക്റ്റ് ആയിട്ട് അത് തന്നെ ലിറ്റി കറക്റ്റ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അതന്നെ. അടുത്തതാണ് ACC. എന്താണ്? ACCയുടെ ഫുൾ ഫോം എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. ഈ ആക്സസും കണ്ടിന്യൂവിറ്റിയും ഒക്കെ നമ്മള് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസിന്റെ കമ്പോണന്റുകളായിട്ട് പഠിച്ചതാണ് അല്ലെ? ആക്സസ് ടു കെയർ എല്ലാവർക്കും, അതായത് ഈ പറയുന്ന പരിചരണം എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ അല്ലെ? ആ ഒരു പരിചരണത്തിന്റെ തുടർച്ചയും പരിചരണത്തിനെ ആക്സസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ACC അല്ലെ? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ എന്നാണ് കേട്ടോ. അടുത്തത് ഏതാണ്? PFR. എന്താണ്? PFR എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് എന്നാണ് കേട്ടോ. എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. രോഗികളും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് അല്ലെ? രോഗികളും അവർ ഉൾപ്പെടുന്ന കുടുംബങ്ങളുടെ അവകാശങ്ങൾ, റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PFRനകത്ത് വരുന്നത്. അടുത്തതോ AOP.
എന്താണ് AOP എന്ന് പറഞ്ഞാല്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്. അതായത് പേഷ്യന്റിന്റെ വിലയിരുത്തലുകളുമാണ്. പേഷ്യന്റിനെ വിലയിരുത്താം, പേഷ്യന്റിനെ അസസ് ചെയ്യുക. എന്തൊക്കെയായിരിക്കും നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, അവർക്ക് നടത്തുന്ന പ്രൊസീജിയറുകള്, അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ്, അങ്ങനെ ഒരു പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളുടെയും അസസ്മെന്റ് അല്ലെ, ആ ഒരു ഇവാലുവേഷൻ, ആ ഒരു വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, AOPക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. ഓക്കെ. അടുത്തത് ഏതാണ്? COP. എന്താണ് COP എന്ന് പറഞ്ഞാല്? ഓക്കെ, കെയർ ഓഫ് പേഷ്യൻസ് ആംബുലേറ്ററി അല്ലെ. കെയർ ഓഫ് പേഷ്യൻസ് ആംബുലേറ്ററി എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ ഇവിടെ ആംബുലേറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിനും ഒക്കെ നമ്മള് സേവനങ്ങൾ, പേഷ്യന്റിന്റെ കെയർ അല്ലെ, പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് COPയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെയർ ഓഫ് പേഷ്യന്റ്. അടുത്തത് ഏതാന്ന് നോക്കിയേ? ASC. ASC എന്താണ്? അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ അല്ലെ. അനസ്തേഷ്യയും സർജറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിചരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് MMU. MMU എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ് അല്ലെ. അതായത് രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകള്, മെഡിക്കേഷൻസിന്റെ മാനേജ്മെന്റ്, മെഡിക്കേഷൻസ് കൊടുക്കുന്നതുമായിട്ട് അതിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അടുത്തതാണ് PFE. എന്താണ് PFE എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ആ പേഷ്യന്റും അവർ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവയർനെസ് അല്ലെ, ഈ പറയുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയും രോഗാവസ്ഥയെ പറ്റിയും മറ്റും എല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു അവയർനെസ് ആണ്. അവർക്ക് കൊടുക്കുന്ന ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് PFEക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേഷ്യന്റും അവർ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ എഡ്യൂക്കേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവയർനെസ് ആണ് അല്ലെ. ഈ പറയുന്ന നമുക്കറിയാം, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയെ പറ്റിയിട്ട്, ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം അല്ലെ. അല്ലെങ്കിൽ അവർ കഴിക്കേണ്ട ഭക്ഷണക്രമത്തെ പറ്റി, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കണം? ഒരു അവയർനെസ് കൊടുക്കേണ്ടത്, ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ പേഷ്യന്റും അവർ ഉൾപ്പെടുന്ന ഫാമിലിയുടെയും അവയർനെസ് ആണ് അവർക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ. അതാണ് ഇവിടെ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PFEക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും വരുന്നത് ഏതിനകത്താ? പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി പോളിസി, ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്, കെയർ ഓഫ് പേഷ്യൻസ്, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കൂടുതലും പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അല്ലെ. രോഗി കേന്ദ്രീകൃതമായിട്ട്, അല്ലെങ്കിൽ രോഗിക്കാണ് അവിടെ പ്രധാനമായിട്ടും ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധ കൊടുക്കുന്ന കുറെ കെയറിങ്ങിനെ പറ്റിയാണ് അവിടെ പറയുന്നത് ആണല്ലോ. അതുകൊണ്ടാണ് അവയെല്ലാം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ആ ഒരു അർത്ഥത്തിനകത്ത് വന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ എന്താ നമ്മൾ പറഞ്ഞത്? APR ആണ് അല്ലെ, അക്രഡിറ്റേഷന്റെ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സിനെ പറ്റിയാണ് ഒന്നാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനകത്ത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി നോക്കിയേ, സെക്ഷൻ 3 ആണ് കേട്ടോ, മൂന്നാമത്തെ സെക്ഷൻ. മൊത്തം 4 സെക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സെക്ഷനിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നോക്കിയേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. മനസ്സിലായോ? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലുകളാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളെയാണ് നമ്മൾ മൂന്നാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് അതിന്റെ കീഴിൽ വരുന്നത്? ഫസ്റ്റ് വൺ QPS. എന്താണ് QPS? QPS എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സിനകത്ത്
വരുന്നത്. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, ക്വാളിറ്റി മെച്ചപ്പെടുത്തലും അതുപോലെ രോഗിയുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തതാണ് PCI. എന്താണ് PCI? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് ലബോറട്ടറി. പ്രത്യേകിച്ച് ലാബ് സംബന്ധമായിട്ടുള്ള എന്താ പറയാ ഇൻഫെക്ഷൻ പ്രിവെൻഷനും ഇൻഫെക്ഷന്റെ നിയന്ത്രണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PCIക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, പ്രിവെന്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് പ്രധാനമായിട്ടും ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. ഓക്കെ, അടുത്തതാണ് GLD. GLD എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളുടെയും മറ്റ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഗവേണൻസ് അല്ലെ, അതിന്റെ ഭരണം, ലീഡർഷിപ്പ് അതിന്റെ നേതൃത്വം, ആൻഡ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇതൊക്കെയാണ് ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹോസ്പിറ്റലുകളും അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭരണം, നേതൃത്വം, അതിന്റെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻഡേർഡിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GLD. അടുത്തതാണ് FMS അല്ലെ. എന്താണത്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഇതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ, കമ്പോണന്റിൽ പറഞ്ഞില്ലേ, അമ്നിറ്റീസ് എന്നും പറഞ്ഞ് പഠിച്ചില്ലേ, ഫെസിലിറ്റികളാണ് അല്ലെ. അതായത് കംഫർട്ട്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് ബിയോണ്ട് ദ ബേസിക് മെഡിക്കൽ കെയർ. സാധാരണ മെഡിക്കൽ കെയർ എന്നതിനേക്കാൾ ഉപരി നമ്മൾ പേഷ്യൻസിന് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ചില ഫെസിലിറ്റികൾ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫെസിലിറ്റികളുടെ മാനേജ്മെന്റും അതിന്റെ സേഫ്റ്റി, അതിന്റെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ FMSനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് SQE. എന്താണ് SQE? എന്താണ് SQE എന്ന് പറഞ്ഞാല്? സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ്? സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ ആ ഒരു ക്വാളിഫിക്കേഷനും അവരുടെ എഡ്യൂക്കേഷനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് SQEക്കകത്ത് വരുന്നത് കേട്ടോ. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഓരോരോ സ്റ്റാൻഡേർഡുകളാണെന്ന് ഓർക്കണം കേട്ടോ. ഇതൊക്കെ എന്താണ്? ഓരോരോ സ്റ്റാൻഡേർഡുകളാണ്. അതുപോലെ തന്നെ അടുത്തതാണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ അഥവാ MOI. എന്താണ്? മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സംവിധാനങ്ങളാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പ്രയോജനപ്പെടുത്തുന്നത് അല്ലെ, അറിയാം നമുക്ക്. അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ MOI എന്നാണ്. ഈ പറഞ്ഞ QPS, PCI, GLD, FMS, SQE, MOI എന്നൊക്കെ പറഞ്ഞത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് സെക്ഷൻ 4 ആണ്, നാലാമത്തെ സെക്ഷൻ ആണ്. മൊത്തം 4 സെക്ഷനാണ് ഉള്ളത്. നാലാമത്തെ സെക്ഷൻ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ്? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് അഥവാ AMC എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. AMC, അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെയൊക്കെയുള്ള ഹോസ്പിറ്റലുകളുടെ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയറും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും വരിക? ഒന്നാമത്തെ നോക്കി, മെഡിക്കൽ പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അതാണ് മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPE അല്ലെ. മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ. മെഡിക്കൽ പ്രൊഫഷനും അതിന്റെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നതാണ് HRP. എന്താണ് HRP എന്ന് പറഞ്ഞാല്? ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്. ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്. അതായത് ഹ്യൂമൻ സബ്ജക്ട്, ദാറ്റ് മീൻസ് കൂടുതൽ ആളുകൾ ഹ്യൂമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് പ്രോഗ്രാമുകൾ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. അക്കാഡമിക് മെഡിക്കൽ സെന്റർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലാണ്. അവിടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, റിസർച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്, അതായത് ഹ്യൂമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് പരിപാടി, ഗവേഷണ ഗവേഷണ പരിപാടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് HRPക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്?
ഇതിന്റെ ഫുൾ ഫോമുകളൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ചില സ്റ്റാൻഡേർഡ് തന്നിട്ട് ഇത് ഏത് സെക്ഷനിലാണ് ഉൾപ്പെടുന്നത്, ഏത് സെക്ഷനിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കാര്യം അറിയാം, 2014 ഏപ്രിൽ 1 JCA 5ാമത്തെ എഡിഷൻ പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, അത് ആദ്യത്തെ പോയിന്റാണ്. 4 സെക്ഷനുകളാണ് മൊത്തം ഉള്ളത്. എത്ര സെക്ഷനാണ്? 4 സെക്ഷൻ. അതിൽ ഒന്നാമത്തെ സെക്ഷൻ പറയുന്നത് APR ആണ്, അതായത് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് ആണ്. അതായത് അക്രഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എലിജിബിൾ ആവുന്നതിനായിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ്, എന്തെല്ലാം ആവശ്യങ്ങളാണ് വേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 2 എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി, സ്റ്റാൻഡേർഡുകളെ പറ്റിയാണ് രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 3 എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്, അതായത് ഹോസ്പിറ്റലിന്റെ ഒക്കെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് മൂന്നാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4ാമത്തെ സെക്ഷനിലാണെങ്കിലോ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് 4ാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും ക്ലിയർ ആണോ? ഇനി നമ്മൾ ഓർക്കാം, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വരുന്നുണ്ട് അല്ലെ, ഒത്തിരിയേറെ വരുന്നുണ്ട്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. IPSG അല്ലെങ്കിൽ SCC, PFR, AOP, COP, ASC, MMU, PFC എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പേഷ്യന്റ് സെന്റേർഡ് ആണോ ഹോസ്പിറ്റൽ സെന്റേർഡ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ മൂന്നാമത്തേല് സെക്ഷൻ 3 QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പേഷ്യന്റ് സേഫ്റ്റി, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ, ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഹോസ്പിറ്റലിന് എന്താ പറയുക ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, ഹോസ്പിറ്റൽ ആണ് അവിടെ പ്രധാനപ്പെട്ടത് അല്ലെ, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പേര് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. മറ്റേതിലാകുമ്പോൾ പേഷ്യന്റിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. 4ാമത്തെ സെക്ഷനിൽ പിന്നെ അക്കാഡമിക് മെഡിക്കൽ സെന്റർ പോലുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ മെഡിക്കൽ എഡ്യൂക്കേഷനും ഉണ്ട്, റിസർച്ചുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷൻ എന്ന് കേട്ടാൽ നമുക്കതറിയാം മെഡിക്കൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് എന്ന് കേൾക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. പിന്നെ നിങ്ങൾ അറിയുന്നത് ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് ആണ് തന്നിരിക്കുന്നത്, അതിന്റെയൊക്കെ എക്സ്പാൻഷൻ ഫോമുകൾ പഠിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് ആക്കിയിട്ടായിരിക്കും തരിക. അതിന് ചിലപ്പോൾ ഒരെണ്ണം വന്നിട്ട് ഇതായിരിക്കും മാനേജ്മെന്റുമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. അപ്പൊ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞിട്ട് ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണല്ലോ? ഇങ്ങനെ തന്നെ പഠിക്കാനേ നിവൃത്തിയുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അങ്ങനെ തന്നെ പഠിക്കാം. ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് JCA 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് കണ്ടന്റ്. 2 5th എഡിഷൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. JCA 5th എഡിഷൻ 5th എഡിഷൻ 2 പ്രാവശ്യം ഉണ്ട്. ഒരെണ്ണം വെട്ടിക്കളയാട്ടോ, ഒരെണ്ണം മതി. ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ തന്നെ ഉണ്ട്? എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ശരി, അടുത്തത് കേട്ടോ JCA 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് കണ്ടെയ്ൻസ് കേട്ടോ. ഇനി JCAയുടെ 5th എഡിഷൻ എത്ര സ്റ്റാൻഡേർഡുകളാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ അത് പഠിക്കുമ്പോൾ എന്തുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം? NABH-ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. NABH-ആയിട്ട് കമ്പയർ ചെയ്ത്, അപ്പോഴാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും സൗകര്യം. അപ്പൊ പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ നോക്കിക്കേ, JCAയുടെ 5ാമത്തെ എഡിഷന്റെ എത്ര സ്റ്റാൻഡേർഡുകൾ ഉണ്ട്? 285 സ്റ്റാൻഡേർഡ്. ഇത്രയാണ് പഠിച്ചു വെക്കുന്നത് കേട്ടോ. 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ യൂണിറ്റ്സും. ഇത്രയാണ് 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ യൂണിറ്റ്സ് അഥവാ ഒബ്ജക്റ്റീവ് യൂണിറ്റ്സും ആണ് ഏതിനകത്ത് വരുന്നത്? JCAയുടെ എഡിഷനകത്ത് വരുന്നത് കേട്ടോ. JCA 5th എഡിഷനകത്ത് വരുന്നത്. എത്ര സ്റ്റാൻഡേർഡ് ആണ്? അതുകൊണ്ട് പറയാണ് 285 സ്റ്റാൻഡേർഡുകൾ 1160 ഒബ്ജക്റ്റീവ് യൂണിറ്റ്സ്. ഇത് തന്നെ NABH-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും പഠിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. NABH-ൽ എത്ര സ്റ്റാൻഡേർഡുകൾ നമ്മൾ പറഞ്ഞത്? 100 സ്റ്റാൻഡേർഡുകളല്ലേ പറഞ്ഞത്? 100 സ്റ്റാൻഡേർഡുകൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 10 ചാപ്റ്റർ 100 സ്റ്റാൻഡേർഡ് 651 ഒബ്ജക്റ്റീവ് യൂണിറ്റ്സ്. അങ്ങനെയല്ലേ നമ്മൾ അവിടെ പഠിച്ചത്? ഓക്കെ, NABH-നകത്ത് 100 സ്റ്റാൻഡേർഡും 651 ഒബ്ജക്റ്റീവ് യൂണിറ്റ്സ് ആണ്. മറ്റേ JCA പഠിക്കുമ്പോൾ എത്രയാണ്? 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ യൂണിറ്റ്സും
ഉണ്ട്. അതിനേക്കാളും കൂടി ഒരുപാട് സ്റ്റാൻഡേർഡുകൾ, ഒരുപാട് ഒബ്ജക്റ്റീവ്സും JCIക്ക് അകത്തുണ്ട് കേട്ടോ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ക്ലിയർ ആണല്ലോ? സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം, നമ്മൾ അവിടെ പഠിച്ചെടുക്കാൻ അറിയാം അല്ലെ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത്? പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയാസ് ആണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഈ പറയുന്ന ആളുകളിൽ പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ആവശ്യകതകൾ അല്ലെ, അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, നിറവേറ്റുന്ന രീതിയിൽ, അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെ, അവരുടെ ആവശ്യകതകൾ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവർക്ക് ഹെൽത്ത് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെ. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത്? പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അതിനനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് സർവീസുകൾ ആളുകൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാലോ. പിന്നെ മെഷറബിൾ എലിമെന്റ്സ്. മെഷറബിൾ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് തന്നെയാണ് കേട്ടോ അർത്ഥം. ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറയുന്ന വേറൊരു പേരാണ് മെഷറബിൾ എലിമെന്റ്സ്. എന്താണ് മെഷറബിൾ എലിമെന്റ് എന്ന് പറഞ്ഞാൽ? അതും നമുക്കറിയാം അല്ലെ. അതായത് ഒരു സ്റ്റാൻഡേർഡിനെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട്, ഒരു സ്റ്റാൻഡേർഡിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, വിലയിരുത്തുന്നതിനായിട്ട്, ആക്സസ് ചെയ്യുന്നതിനായിട്ട്, ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റുകളെയാണ് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉദ്ദേശിക്കുന്നത്. അറിയാലോ നിങ്ങൾക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞ് വിവരിക്കാവും. അതായത് a hospital must ensure patient safety. Hospital that must ensure a patient safety. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അപ്പൊ പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് ആണ്. പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണത്. അതെ, ആ ഒരു സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ സേവനങ്ങൾ ആർക്ക് കൊടുക്കാൻ പാടുള്ളൂ? പേഷ്യൻസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇനി ആ സ്റ്റാൻഡേർഡിന് നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? എങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റി, അതൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റി ആ ഒരു സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒബ്സർവ് ചെയ്യാം? ഒന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു റിട്ടേൺ പോളിസി ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. കൃത്യമായിട്ട് പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിട്ടേൺ പോളിസി. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? പേഷ്യന്റിന്റെ സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്ര പരിശീലനങ്ങൾ അവിടുത്തെ സ്റ്റാഫുകൾ കൊടുത്തിട്ടുണ്ടോ? അത് നമുക്ക് ആ ഒരു രീതി, അതും ഒരു എലമെന്റ് ആണ്. അത് വെച്ച് നമുക്ക് അളക്കാനായിട്ട് പറ്റും അല്ലെ. അതായത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടത്ര പരിശീലനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എങ്ങനെയാണ് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് ഉള്ള എക്സസൈസുകൾ, ഡ്രില്ലുകളൊക്കെ അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ടോ? അത് വേറൊരു ഡെഫിനറ്റാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ സേഫ്റ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഞാൻ. പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ആണ്. ആ സ്റ്റാൻഡേർഡിൽ നമുക്ക് എങ്ങനെയൊക്കെ അളക്കാം? ഒന്ന്, പേഷ്യന്റ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ പോളിസികൾ, കൃത്യമായിട്ടുള്ള എഴുതപ്പെട്ട പോളിസികൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ടുള്ള പരിശീലനം അവിടുത്തെ സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് വേണമെങ്കിൽ നമുക്ക് അതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള എക്സസൈസുകളും അല്ലെങ്കിൽ മറ്റുള്ള ഡ്രിൽസുകളും അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ടോ? അപ്പൊ അങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അവിടെ പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനെ അളക്കാനായിട്ടാണ് നമ്മൾ ആ 3 എലമെന്റുകൾ യൂസ് ചെയ്യുന്നത് ആണല്ലോ. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡിനെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം കമ്പോണന്റുകളെയാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് എന്താണ്, ഒബ്ജക്റ്റീവ് എലമെന്റ് എന്താണ് ഒരു സംശയം വരുന്നത് കേട്ടോ. അപ്പൊ JCIക്കകത്ത് 285 സ്റ്റാൻഡേർഡ്, NABHനകത്ത് 100 സ്റ്റാൻഡേർഡ്. JCIക്കകത്ത് 1160 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, NABHനകത്ത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. മാറിപ്പോകരുത്, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്. ഇനി അടുത്തത് കേട്ടോ, റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. എന്താണ് പറയുന്നത്? The standards will be re-examined and published at least every 3 years. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുക. അതായത് നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡുകൾ ഓരോ 3 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര വർഷം കൂടുമ്പോഴാണ്? 3 വർഷം. അപ്പൊ നമ്മൾ അവിടെ NABH പഠിച്ചിട്ടുണ്ട്. NABH എത്ര വർഷം കൂടുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്? 4 വർഷം അല്ലെ. 4 വർഷം കൂടുമ്പോഴല്ലേ റിവൈസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പൊ തെറ്റിപ്പോകില്ല.
JCA 3 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡുകൾ റീ എക്സാമിൻ ചെയ്തത്. അതേസമയം NABH-ലാണെങ്കിൽ നമ്മൾ പഠിച്ചത് 4 വർഷം എന്ത് സ്റ്റാൻഡേർഡുകൾ റീ എക്സാമിൻ ചെയ്ത് പബ്ലിഷ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡുകൾ എപ്പോഴും സ്ഥിരമായിരിക്കില്ല. സ്റ്റാൻഡേർഡുകൾ ഇങ്ങനെ ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡുകളിൽ മാറ്റം. ചിലപ്പോൾ ചില പഴയ സ്റ്റാൻഡേർഡുകൾ എടുത്തു മാറ്റും, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ടെങ്കിൽ അതിനെടുത്തു മാറ്റും. ചിലപ്പോൾ ചില പുതിയ സ്റ്റാൻഡേർഡുകൾ കൂട്ടിച്ചേർക്കും. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അത് ഓരോ വർഷം കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ വരും. എന്നും എക്കാലവും ഒരുപോലെ ആയിരിക്കില്ല സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ 3 വർഷം കൂടുമ്പോഴും 4 വർഷം കൂടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെ, അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കാര്യകാലങ്ങൾ മാറിക്കൊണ്ടിരിക്കണം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഓർക്കാം, ഇവിടെ 3 വർഷം കൂടുമ്പോഴാണ് JCA സ്റ്റാൻഡേർഡുകൾ റീ എക്സാമിൻ ചെയ്തത്, പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. NABH 4 വർഷം. അടുത്തതാണ് JCA സർവേ മെത്തഡോളജി. ഇതാണ് JCA സർവേ മെത്തഡോളജി കേട്ടോ. എന്താണ് സർവേ മെത്തഡോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ JCA-യുടെ അക്രഡിറ്റേഷൻ, അല്ലെങ്കിൽ JCA അക്രഡിറ്റേഷൻ അല്ല, JCA-യുടെ സ്റ്റാൻഡേർഡുകൾ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്തെന്ന് പറയുന്നത് സർവേ മെത്തഡോളജി. അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേകൾ കണ്ടെത്തി ആണല്ലോ. അപ്പൊ സർവേ മെത്തഡോളജി, JCA സർവേ മെത്തഡോളജി എന്ന് പറയുന്നത് ആ JCA സ്റ്റാൻഡേർഡുകൾ ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇത് സർവേ മെത്തഡോളജി. അല്ലെ, സർവേയിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നോക്കുക, തറോ സർവേ പ്രോസസ് ബിക്കംസ് ഓപ്പറേഷൻ. കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക സർവേ ആണ് ആവശ്യമായിട്ടുണ്ട്. അവർ പറയുന്നത് ടിപ്പിക്കൽ സർവേ ഇൻക്ലൂഡ്സ് എ ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഈ JCA എന്ത് ചെയ്യുന്ന വെച്ചാല് സർവേ മെത്തഡോളജിക്കായിട്ട് സർവേ മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവരത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സർവേക്കായിട്ട് അവർ എന്ത് ചെയ്യുന്നത്, സർവേ ടീമിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. JCA എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർവേ ടീമിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സർവേ ടീമിനകത്ത് ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുള്ളത്? ഫിസിഷ്യൻ ഉണ്ട്, നഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ. ആരൊക്കെയാണ് JCA-യുടെ സർവേ ടീമിൽ ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫിസിഷ്യൻ, ഡോക്ടർമാരാണ്, ഫിസിഷ്യൻ ഉണ്ട്, നഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ NABH-ൽ പറഞ്ഞു പോയിട്ടുണ്ട്. എന്റെ അടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. NABH ഇതുപോലെ തന്നെ ഒരു സർവേ ടീമിനെ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തും ആരൊക്കെയാണ് അംഗങ്ങളായിട്ട് വരുന്നത്? ഫിസിഷ്യൻ, നഴ്സും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാരുമാണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സർവേ ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സർവേ ടീം എന്ത് ചെയ്യുന്ന അറിയാമോ? അവരെ നമ്മൾ സർവേയേഴ്സ് എന്നാണ് പറയാ കേട്ടോ. അവരെ നമ്മൾ സർവേയേഴ്സ് എന്നാണ് പറയാ. അപ്പൊ സർവേസ് അസസ് വാരിയസ് യൂണിറ്റ്സ് വിത്തിൻ എൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് ദെയർ ഫൈൻഡിങ്സ്. ഈ സർവേ ടീം എന്ത് ചെയ്യുന്ന അറിയാമോ? അവര് ഹോസ്പിറ്റലിലെ വിവിധ യൂണിറ്റുകൾ, വിവിധ ഓരോരോ യൂണിറ്റുകൾ കൃത്യമായിട്ട് അവർ അസസ് ചെയ്യും, വിലയിരുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ ഫൈൻഡിങ്സ് മറ്റും ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഭാഗങ്ങളിൽ ഇംപ്രൂവ്മെന്റ് നടത്തണം, ഏതൊക്കെ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകളാണ് നടത്താനുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് അതിലൂടെ ആ ഇവാലുവേഷനിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ എന്താ പറയുന്നത്? സർവേസ് കണ്ടക്ട് എ കംപ്ലീറ്റ് സിസ്റ്റം അനാലിസിസ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ കെയർ പ്രോസസ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇന്റഗ്രേഷനോട് കൂടിയിട്ടാണ് അവിടുത്തെ പരിചരണ പ്രക്രിയകൾ നടക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് സർവേയിലൂടെ സാധിക്കും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ സർവേ നടത്തി വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഹോസ്പിറ്റലില് പരിചരണ പ്രക്രിയകൾ, അല്ലെങ്കിൽ പറയുന്ന കെയർ പ്രോസസ്സുകളൊക്കെ എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ടാണ്, എത്രത്തോളം എന്താ പറയാ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് അവിടുത്തെ കെയർ പ്രോസസ്സുകൾ നടക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് എന്നതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ഐഡിയ നമുക്ക് സർവേയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാതെ, അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, എല്ലാ യൂണിറ്റുകളും, എല്ലാ സ്റ്റാഫുകളും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഇന്റഗ്രേഷനോട് കൂടി, അല്ലെ, അതെല്ലാവരും ഒരുമിച്ച് ഒത്തുനിന്ന് പ്രയത്നിച്ചാൽ മാത്രമേ നല്ലൊരു കെയർ പ്രോസസ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ അത് എത്രത്തോളം ഇന്റഗ്രേഷൻ ആയിട്ടാണ്, എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കണ്ടെത്താനായിട്ട് നമുക്ക് സർവേയിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ JCA സർവേ മെത്തഡോളജി നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു സർവേ ടീം, JCA-യുടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ
എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമ്പനിയിലൂടെ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അതിനായിട്ട് JC എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർവേ ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സർവേ ടീമിൽ വന്നിട്ട് ഫിസിഷ്യന്മാരുണ്ട്, നഴ്സുമാരുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ട്. ഈ ടീം എന്ത് ചെയ്യും, ഒരു സർവേ ടീം അല്ലെങ്കിൽ സർവേസ് എന്നാണ് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഹോസ്പിറ്റലിലെ വിവിധ യൂണിറ്റുകൾ കൃത്യമായിട്ട് വിലയിരുത്തും. എന്നിട്ട് അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ കണ്ടെത്തലുകളും കാര്യങ്ങളും ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് അതിന്റെ പ്രോസസ്സുകൾ മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് സർവേയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? അത്രയും അത് പറഞ്ഞുള്ളൂ. സർവേ ക്ലിയർ ആണെന്ന് പറഞ്ഞത് ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ശരി, അടുത്തത് കേട്ടോ, അക്രഡിറ്റേഷൻ സർവീസ് കേട്ടോ. അക്രഡിറ്റേഷൻ സർവേ ഇനി നമ്മൾ പഠിക്കുന്നത് ഈ സർവേകൾ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഈ സർവേ നടത്താം എന്നൊക്കെ നമുക്ക് മനസ്സിലായി. സർവേ ടീമിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു, എന്തൊക്കെയാണ് ചെയ്യുന്നതിനുള്ള ഐഡിയ കിട്ടുന്നത്. ഇനി ഈ സർവേകൾ എങ്ങനെയൊക്കെ നമുക്ക് നടത്താം, ഏതൊക്കെ രീതിയിൽ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാം, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ സർവീസ് ഒന്നാമത്തെ നോക്കിയേ, ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഇതാണ് ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഒന്നാമത്തെ രീതി എന്താണ്, നമുക്ക് ഒന്നില്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസ് അതിന്റെ സ്റ്റാഫുകളെ മുഖാമുഖം കണ്ടുകൊണ്ട് നമുക്ക് പല ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ? ഇന്റർവ്യൂവിലൂടെ അല്ലെ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൂടെ ആരൊക്കെയായിട്ട്, അവിടുത്തെ പേഷ്യൻസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിലൂടെ അവരുമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങളെ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും, കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് അതർ വെർബൽ ഇൻഫർമേഷൻ, മറ്റുള്ള വെർബൽ ആയിട്ടുള്ള ഏത് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് സാധിക്കും. നമുക്ക് ഫോണിലൂടെ സംസാരിച്ച് വേണമെങ്കിൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇമെയിൽസ് വഴിയോ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും അല്ലെ. വെർബൽ ആയിട്ടുള്ള, ഇവിടെ കൂടുതൽ ഉദ്ദേശിച്ചത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. എന്നുവെച്ചാൽ വാക്കാലുള്ള കമ്മ്യൂണിക്കേഷൻ ഏത് തരത്തിലും നമുക്കതിൽ ഉൾപ്പെടുത്താം. നേരിട്ടുള്ള ഇന്റർവ്യൂവിലൂടെ നമുക്ക് വിവരങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് സർവേ നടത്താം. പിന്നെ പറയുന്നത് എന്താണ്, ഓൺസൈറ്റ് ഒബ്സർവേഷൻസ് ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ആയിട്ട് സർവേ അല്ലെ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഈ സർവേ ടീമിന് നേരിട്ട് അല്ലെ, നേരിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അങ്ങനെ കുറെ വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നില്ലെങ്കിൽ രോഗികളും ഈ പറയുന്ന പേഷ്യൻസിനൊക്കെ നേരിട്ട് സംസാരിച്ച് അവർക്ക് എങ്ങനെയൊക്കെയുള്ള പരിചരണങ്ങളാണ് കിട്ടുന്നത് അവരിലൂടെ സംസാരിച്ചുകൊണ്ട് നമുക്ക് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ആദ്യം പറഞ്ഞ ഇന്റർവ്യൂ. രണ്ടാമത്തെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവർക്ക് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് നേരിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അല്ലെ. അങ്ങനെ നമുക്ക് കുറെ വിവരങ്ങൾ കളക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താ പറയുന്നത്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. പിന്നെ എന്താണ്, ഈ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികൾ അല്ലെ, അവര് ഹോസ്പിറ്റലിൽ നടപ്പാക്കിയിട്ടുള്ള നയങ്ങള്, പോളിസികള്, പ്രൊസീജിയറുകള്, പിന്നെ ഈ പറയുന്ന ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങൾ, മറ്റുള്ള ഡോക്യുമെന്റ്സുകൾ നമുക്കുണ്ടായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ അവര് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഡോക്യുമെന്റിന്റെ ഒക്കെ പരിശോധനയിലൂടെയും നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ലേ. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാം, സർവേ നമുക്ക് നടത്താം. ഏതൊക്കെ രീതിയാണ്, മൂന്ന് രീതിയിലൂടെ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ഓർ പേഷ്യന്റോ അതർ വെർബൽ ഇൻഫർമേഷൻ അല്ലെ, നേരിട്ട് സ്റ്റാഫുകളോ പേഷ്യൻസോ ആയിട്ട് കണ്ട് നമുക്ക് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനുള്ള വിവരങ്ങൾ കിട്ടാം. അതല്ലെങ്കിൽ നമുക്ക് രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണം നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അങ്ങനെ കുറെ വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ ആ ഒരു ഓർഗനൈസേഷൻ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികള്, പ്രൊസീജിയറുകള്, അവിടുത്തെ ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങള്, ഡോക്യുമെന്റ്സുകള്, അതിനെയെല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്തത് സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. അപ്പൊ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് സർവേ റിസൾട്ടിന്റെ സ്കോറിങ്ങിനെ പറ്റിയാണ്. അപ്പൊ നമ്മളിങ്ങനെ സർവേ നടത്തുമ്പോൾ നമ്മളിങ്ങനെ ഓരോരോ സ്റ്റാൻഡേർഡുകളും ഓരോരോ ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ സർവേ ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നത്. അതിലൂടെ നമുക്ക് പലതും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ സർവേ റിസൾട്ടുകൾക്ക് സ്കോറിംഗ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള സ്കോറിംഗ് ആണ് അവിടെ വേണ്ടത്. സ്കോറിങ്ങിനെ പറ്റിയാണ് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുമ്പോ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്,
ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. എന്താണ് പറയുന്നത്? ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. അതായത് ഓരോ സ്റ്റാൻഡേർഡിലും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കും. എത്ര സ്കോറാണ്? 5 സ്കോർ കേട്ടോ, ഓരോ സ്റ്റാൻഡേർഡിലും. അപ്പൊ നമ്മൾ നേരത്തെ കുറെ സ്റ്റാൻഡേർഡുകൾ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡുകളാണ്. IPST, ACC, PFR, AOP, COP എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോരോ സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ. അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിലും അക്സസ് ചെയ്ത് വരുമ്പോ ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് ഒരു 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. എത്ര സ്കോറാണ് വേണ്ടത്? 5 സ്കോർ അല്ലെ? ഓരോ സ്റ്റാൻഡേർഡിലും 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. എന്താണ് പറയുന്നത്? ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഇനി ഓരോ ചാപ്റ്ററിലും ഏകദേശം അല്ല, ഓരോ ചാപ്റ്ററിലും കുറഞ്ഞിട്ട് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങള് ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു പിക്ചർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ്? അതായത് ആദ്യം നിങ്ങൾ ചിന്തിക്കാം ചാപ്റ്ററുകൾ, ഏറ്റവും ആദ്യം വരുന്നത് ചാപ്റ്ററുകൾ. വെറുതെ അങ്ങനെ ചിന്തിക്കുക, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. ചാപ്റ്ററുകൾ, ഓരോ ചാപ്റ്ററിന്റെ അകത്തും സ്റ്റാൻഡേർഡുകൾ, ഓരോ ചാപ്റ്ററിന്റെ അകത്തും ഒരുപാട് സ്റ്റാൻഡേർഡുകൾ. ഇനി ഓരോ സ്റ്റാൻഡേർഡിനകത്തും എന്തുണ്ടായിരിക്കും? ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ടായിരിക്കും. ആണല്ലോ, ഓരോ സ്റ്റാൻഡേർഡിന് മെഷർ ചെയ്യാനായിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പൊ ഏറ്റവും ടോപ്പിൽ ചാപ്റ്ററുകള്, ചാപ്റ്ററിന്റെ അകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഓരോ സ്റ്റാൻഡേർഡുകൾക്കും കീഴിലായിട്ട് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. ആ ഒരു രീതിയിൽ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എന്താണ്? ചാപ്റ്റർ, ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ചാപ്റ്റർ അല്ലെ, ചാപ്റ്ററിന്റെ കീഴിലായിട്ട് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ, ഓരോ സ്റ്റാൻഡേർഡുകളുടെ കീഴിലായിട്ട് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. അങ്ങനെ ആ മൂന്നെണ്ണം ഓർക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അത് ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലിരിക്കണം, ആ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചോ, അവിടെ ഇരിക്കല്ലേ. ഇനി നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാതെ നോക്കാം. ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഓരോ ചാപ്റ്ററിലും കുറഞ്ഞത് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓർക്കാം, ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് 5 സ്കോർ ഉണ്ടായിരിക്കണം. ഓരോ ചാപ്റ്ററിനും കുറഞ്ഞത് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് സ്റ്റാൻഡേർഡുകൾ കൂടിയിട്ടൊക്കെ ഒരു ചാപ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ അതിൽ ഓരോരോ ചാപ്റ്ററിലും 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗെദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. എന്താണ് പറയുന്നത്? ഓൾ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ടുഗെദർ ആവറേജ് ഫോർ അറ്റ്ലീസ്റ്റ് 9. ആവറേജ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡ്സ് എത്ര ഉണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് 9 ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ സ്റ്റാൻഡേർഡുകളുടെ ഓരോ സ്റ്റാൻഡേർഡിന് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആവറേജ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡ്, എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് എടുക്കുമ്പോൾ, ശരാശരി എടുക്കുമ്പോൾ ഏകദേശം 9 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ IPST അതൊരു സ്റ്റാൻഡേർഡ് ആണ്. ആ ഒരു സ്റ്റാൻഡേർഡിന് 5 സ്കോറെങ്കിലും ഉണ്ടാവണം. ACC അതൊരു സ്റ്റാൻഡേർഡ് ആണ്, അതിന് കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. PFR അതൊരു സ്റ്റാൻഡേർഡ് ആണ്, അതിന് കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സ്റ്റാൻഡേർഡിന് 5 സ്കോർ ഉണ്ടായിരിക്കണം. ഇനി ഇതെല്ലാം വരുന്നത് പേഷ്യൻസ് സെന്റേർഡ് സ്റ്റാൻഡേർഡിന്റെ കീഴിലല്ലേ. ഈ എല്ലാ സ്റ്റാൻഡേർഡുകളും, ഇതിന്റെ കീഴിൽ ഇത്ര സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഈ എല്ലാ സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് സ്കോർ ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന ഒരു ആവറേജ് സ്കോർ ഉണ്ടല്ലോ, അത് എത്ര ഉണ്ടായിരിക്കണം? 9 ഉണ്ടായിരിക്കണം, 9 ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഓൾ മെഷറബിൾ എലിമെന്റ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. എന്താണ് പറയുന്നത്? ഓൾ മെഷറബിൾ എലിമെന്റ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. എല്ലാ മെഷറബിൾ എലിമെന്റ്സുകളുടെയും സ്കോറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ. അതായത് ഒരു ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്ററിന്റെ കീഴിലായിട്ട് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, ഓരോ സ്റ്റാൻഡേർഡുകൾക്ക് കീഴിലായിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ ഒന്ന് നോക്കിയേ, നിങ്ങൾ തിരിച്ച് ചിന്തിച്ചേ. ഇപ്പൊ താഴോട്ടല്ലേ ചിന്തിച്ചേ, താഴെ മേലോട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകളുടെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത്, ആവറേജ് എടുക്കുമ്പോ അല്ലെങ്കിൽ ആ സ്കോറുകളുടെ ആവറേജ് എടുത്താൽ നമുക്ക് കിട്ടുന്ന എന്തിന്റെ സ്കോർ ആയിരിക്കും? സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആയിരിക്കും. ശരിയല്ലേ? ഇനി എല്ലാ സ്റ്റാൻഡേർഡുകളുടെ സ്കോറിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്തിന്റെ സ്കോർ ആയിരിക്കും കിട്ടാം? ചാപ്റ്ററിന്റെ സ്കോർ ആയിരിക്കില്ലേ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ ചിന്തിക്കാം. മനസ്സിലായോ പറഞ്ഞത്? ഏറ്റവും ടോപ്പിൽ ചാപ്റ്റർ, അതിന്റെ ഉള്ളിൽ കുറെ സ്റ്റാൻഡേർഡ്, അതിന്റെ ഓരോന്നിനായിട്ട് ഓരോ ഒബ്ജക്റ്റീവ്.
അപ്പൊ എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റുകളുടെയും ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് എന്തിന്റെ സ്കോർ ആയിരിക്കും കിട്ടുക? സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും അല്ലെ? എല്ലാ സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് സ്കോർ ചെയ്താൽ നമുക്ക് എന്തിന്റെ സ്കോർ ആയിരിക്കും കിട്ടുക? ചാപ്റ്ററിന്റെ സ്കോർ ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെ താഴെയും എഴുതി ചെല്ലുക കേട്ടോ. അപ്പൊ ഇത് തെറ്റില്ല. അപ്പൊ ഓൾ മെഷറബിൾ എലിമെന്റ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ. എല്ലാ മെഷറബിൾ എലിമെന്റ്സിന്റെയും സ്കോറിന്റെ ആവറേജ് കിട്ടി കഴിഞ്ഞാൽ എന്താണ് തരുന്നത്? സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിന്റെ സ്കോർ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് കേട്ടോ. അപ്പൊ ഓർക്കുക, ഓരോ സ്റ്റാൻഡേർഡിനും 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം, ഓരോ ചാപ്റ്ററിനും 8 സ്കോർ ഉണ്ടായിരിക്കണം. ഇനി എല്ലാ സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് എടുക്കുമ്പോൾ അത് 9 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. എല്ലാ മെഷറബിൾ എലിമെന്റ്സുകളുടെയും ആവറേജ് എടുത്താൽ നമുക്ക് ലഭിക്കുന്നത് സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആയിരിക്കും. അടുത്തത് വീണ്ടും ഉണ്ട് സ്കോറിംഗ് സർവേ റിസൾട്ട് കേട്ടോ. സ്കോറിംഗ് സർവേ റിസൾട്ട് ഈച്ച് മെഷറബിൾ ഇലമെന്റിന് എന്തിനാണ് പറയുന്നത്? ഈ സ്കോർ ഈ മെഷറബിൾ ഇലമെന്റ്സിന് എങ്ങനെയാണ് നമ്മൾ സ്കോറിംഗ് എടുക്കുന്നത് നോക്കുക കേട്ടോ. മെറ്റ് 10 ആണ്, പാർഷ്യലി മെറ്റ് ആണെങ്കിൽ 5, നോട്ട് മെറ്റ് ആണെങ്കിൽ 0. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നിട്ട് എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നടപ്പാക്കിയിട്ടുണ്ട്, അത് പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫുള്ളി മെറ്റ് ആണ്. അത് പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ടെങ്കിൽ സ്കോർ എത്ര കൊടുക്കാം? 10 കൊടുക്കാം. കാരണം ഫുള്ള് എല്ലാ ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്? ഫുൾ സ്കോർ കൊടുക്കാം അല്ലെ? അപ്പൊ മെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 സ്കോർ കൊടുക്കാം. ഇനി പാർഷ്യലി മെറ്റ്, അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഭാഗികമായിട്ട് മാത്രമേ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഭാഗികമായിട്ട് മാത്രമേ അവിടെ എന്താണ് പാലിക്കപ്പെടുന്നുള്ളൂ എങ്കില് പാർഷ്യലി മെറ്റ് ആണ് അല്ലെ? അപ്പൊ എത്ര സ്കോർ കൊടുക്കാം? 5 സ്കോർ കൊടുക്കാം. പകുതി കൊടുക്കാൻ 5 സ്കോർ കൊടുക്കാം. നോട്ട് മെറ്റ് ആണെങ്കിലോ, ഇനി ഓരോ ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകളും അവിടെ പാലിക്കപ്പെടുന്നില്ല, ഒരു ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് പോലും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നോട്ട് മെറ്റ് ആണ് അല്ലെ? ഇല്ല എങ്കിൽ നമ്മൾ 0. അതെ, സ്കോർ എത്രയായിരിക്കും വരിക? 0 ആയിരിക്കില്ലേ വരിക? അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഫുള്ളിയോ എല്ലാ ഒബ്ജക്റ്റീവ് എലിമെന്റ്സും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ സ്കോറും 10 കൊടുക്കുക. പകുതി മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്ത് പാലിക്കുന്നുള്ളെങ്കിൽ പാർഷ്യലി മെറ്റ് ആണ്. സോ 5 സ്കോർ കൊടുക്കുക. ഒരു ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് അവിടെ നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ 0 കൊടുത്താൽ മതി. 0 സ്കോർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ എന്തായിരിക്കും? സ്കോർ ഫോർ ദ ചാപ്റ്റർ. ചിത്രം ഓർത്താൽ മതി അല്ലെ? എല്ലാ സ്റ്റാൻഡേർഡുകളുടെ സ്കോർ ആവറേജ് ചെയ്താൽ നമുക്ക് എന്തിന്റെ സ്കോറാണ് കിട്ടുന്നത്? ചാപ്റ്ററിന്റെ സ്കോറിലേ കിട്ടുക അല്ലെ? എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ ആവറേജ് സ്കോർ എടുത്താൽ സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. എല്ലാ സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് സ്കോർ എടുത്താൽ നമുക്ക് എന്തിന്റെ സ്കോർ കിട്ടും? ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ സ്കോർ. ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ സ്കോർ. എല്ലാ ചാപ്റ്ററുകളുടെയും ആവറേജ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ JCI അക്രഡിറ്റേഷന്റെ ടോട്ടൽ സ്കോർ നമുക്ക് കിട്ടും. JCI അക്രഡിറ്റേഷന്റെ ആ ഒരു ടോട്ടൽ സ്കോർ നമുക്ക് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇതോട് കൂടിയിട്ട് JCI അക്രഡിറ്റേഷന്റെ കഴിയും കേട്ടോ. അപ്പൊ JCI എന്താണെന്ന് നമ്മൾ പഠിച്ചു. JCI ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. JCI 8 തരത്തിൽപ്പെട്ട ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. 8 ടൈപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. മനസ്സിലായല്ലോ? പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? JCIയുടെ ആ ഒരു സെക്ഷൻ 2014 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. 5th എഡിഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ അതിന് 4 സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോ സെക്ഷന്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. മൊത്തം 285 സ്റ്റാൻഡേർഡും 1160 ഒബ്ജക്റ്റീവ് എലമെന്റുകളും ഉണ്ട്. പിന്നെ JCI 3 വർഷം കൂടുമ്പോൾ അത് റീപബ്ലിഷ് ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ സർവേ മെത്തഡോളജിയിൽ സർവേ ചെയ്യുന്നുണ്ട്. അതിൽ ഫിസിഷ്യന്മാര്, നഴ്സുമാര്, അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉൾപ്പെടുന്നത്. പിന്നെ അക്രഡിറ്റേഷൻ സർവേകൾ നമ്മളെ നടത്താം. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂയിലൂടെ നടത്താം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി നമ്മളെ കളക്ട് ചെയ്യാം. അവിടുത്തെ പോളിസികളും പ്രൊസീജിയറുകളും പരിശോധിച്ച് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. പിന്നെ സ്കോറിംഗ് നമ്മൾ ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത നമ്മൾ പഠിക്കുന്നത് NABH. സെയിം കാര്യങ്ങൾ കേട്ടോ, അവിടെ പഠിച്ചില്ലേ? ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ തരില്ല. ഞാൻ ഇതെല്ലാം നമ്മൾ എവിടെ തന്നെ പഠിച്ചതാ? അവിടെ പഠിച്ച സെയിം കാര്യം, സെയിം സെന്റൻസുകൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. NABH അവിടെ പഠിച്ചില്ലേ? ആ കാര്യം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.
അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലാണ്. നമുക്ക് NDTS നമ്മൾ അവിടെ പഠിച്ചില്ലേ, അത് തന്നെ അവിടെയും പഠിക്കാനുള്ളത് കേട്ടോ. വേറെ എക്സ്ട്രാ നമ്മൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അവിടെ പഠിച്ചില്ലേ, അതിന്റെ ഫോർമുലകൾ പഠിക്കാനുണ്ട്. ഇത് കുറച്ച് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഫോർമുല പഠിച്ചാൽ മതി കേട്ടോ. അതോടുകൂടി ചാപ്റ്റർ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.